ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ കാർത്തിക അതുപോലെ തന്നെ ദിലീപും കൂടി ചേർന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കാർത്തിക പറയുന്നുണ്ട്, ദിലീപേട്ട തിരിച്ചു പോകുമ്പോ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയണ്ട, അതേ മോനെ ഇതേ ചാവേറായിട്ട് ഒരുത്തം പുറത്തുണ്ടല്ലോ അമ്മമ്മേ, അങ്ങനൊന്നും പേടിച്ചിട്ട് ഒരു കാര്യമില്ലമ്മേ. നമ്മുടെയൊക്കെ മരണം എഴുതപ്പെട്ടതാണ്. അതൊക്കെ മരണത്തിന് ഓരോ കാരണങ്ങളുണ്ട്, നമ്മൾ മരിച്ചു പോകുമേ എന്ന് വെച്ചിട്ട് അങ്ങനെയല്ലല്ലോ മോനെ, നമ്മൾ മരണം മുന്നിൽ കണ്ടുവരുന്നൊക്കെ കാണിക്കുമ്പോഴേക്കും സൂക്ഷിക്കണം എന്നൊക്കെ പറയാണ് എല്ലാവരും. ആ സമയത്ത് അമ്മ പറയണ്ട്, കണ്ടില്ലേ അമലിനെ ചൂണ്ടിക്കാണിച്ച് പറയേണ്ടതേ, ആ കൊച്ചിന്റെ സങ്കടം കണ്ടില്ലേ, ഇപ്പോഴും ആ കൊച്ചിന്റെ സങ്കടം മാറിയിട്ടില്ല. അതിന്റെ അച്ഛൻ അതിന്റെ കൺമുമ്പിലാണ് ഭയങ്കരമായിട്ട് മരിച്ചത്. അപ്പൊ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട, അമ്മമ്മേ ഇനി ആ കാര്യങ്ങളൊന്ന് പറഞ്ഞ് അമലുവിനെ വിഷമിപ്പിക്കേണ്ട വെച്ചിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ മോളെ, അതൊക്കെ മനസ്സിൽ നിന്ന് പോണ കാര്യങ്ങളാണോ? അതുകൊണ്ടാ മോനെ പറഞ്ഞത്, നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് പറയാണ്. ശരി അമ്മമ്മേ. അപ്പൊ കിരൺ പറയണ്ട്, അതെ ഈ കേക്കൊക്കെ അവിടെ കുറച്ച് പേരുണ്ട്, അവർക്ക് കൂടി കൊടുക്കാം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാട്ടോ. കാർത്തികയും അതുപോലെ തന്നെ ദിലീപും കൂടി റൂമിലേക്ക് പോകുന്നുണ്ട്. ദിലീപിനോട് കാർത്തിക പറയണ്ട്, ഇനിയിപ്പോ നേരെ വീട്ടിൽ പോയിട്ട് ഉറങ്ങുവാണോ? ഇപ്പൊ തന്നെ സമയം ഒത്തിരി ആയല്ലോ. അയ്യോ ഇപ്പൊ ഉറങ്ങാൻ പറ്റില്ലടോ, ഹോട്ടലില് കുറച്ച് ഫ്രണ്ട്സ് കൂടി ഉണ്ട്, അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം പോയി കിടന്നുറങ്ങാൻ. അയ്യോ അപ്പൊ 2-3 മണിയാവോലെ? ആ അതെ, ഇന്നുറങ്ങുമ്പോ 2-3 മണിയാകും എന്ന് പറയാണ്. എന്നാലും സൂക്ഷിക്കണം ദിലീപേട്ട, ആകെ ഒരു പേടി പോലെ. എടോ താനിങ്ങനെ പേടിക്കല്ലേടോ, താനിങ്ങനെ പേടിച്ചാ എങ്ങനെ ശരിയാവും? നന്നായിട്ട് ടെൻഷൻ ആവാതിരിക്കേ എന്ന് പറയണേ. നമ്മൾ കുറച്ചു നാൾ മുമ്പ് അവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് സുഖമായിട്ട് ഇറങ്ങി നടന്നതല്ലേ, പക്ഷെ അവൻ മരിച്ചിട്ടുണ്ടായില്ലല്ലോ. നമ്മളെയൊക്കെ തീർക്കാമെങ്കിൽ അവൻ അപ്പോഴേ തീർത്തൂടായിരുന്നോ? താൻ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട, എന്തായാലും എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. പിന്നെ കല്യാണം കഴിഞ്ഞാലും ഹണിമൂണിനൊന്നും പുറത്തൊന്നും പോകണ്ടെന്നാ എല്ലാരും പറയണത്. എടോ കേരളത്തിന് പുറത്തും ഇന്ത്യക്കകത്തൊക്കെ ആണെങ്കിലല്ലേ ഈ ഗംഗപ്രസാദിന്റെ ഭീഷണിയുള്ളൂ. ഇന്ത്യയുടെ പുറത്താണെങ്കിൽ ആരെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അങ്ങനെ ചിന്തിച്ചു നോക്കാം. എന്തായാലും എന്റെ കാർത്തു ഇനി വിഷമിക്കൊന്നും വേണ്ടട്ടോ, ഞാനില്ലേടോ തന്റെ കൂടെ. എന്തിന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നേരിടും. ഓക്കെ വാ, അവര് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ ദിലീപും കൂടി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുവാട്ടോ. അപ്പൊ ആ സമയത്ത് കിരണാണെങ്കിൽ ദിലീപിന്റെ കൂട്ടുകാരോട് പറയണ്ട, അപ്പൊ നിങ്ങളെല്ലാരും പുറത്താണോ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ ഇനിയിപ്പോ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ വരുമ്പോഴേ നിൽക്കാൻ വേണ്ടി ഫ്ലാറ്റോ അതുപോലെ തന്നെ വീടൊന്നും നോക്കണ്ട കേട്ടോ. അതെ ഞങ്ങളുടെ ഇതില് കുറെ ഫ്ലാറ്റുകളും അതുപോലെ തന്നെ വില്ലകളൊക്കെ ഒഴിഞ്ഞു കിടക്കാണ്, അവിടെ താമസിക്കാം ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇനി മുതൽ നിങ്ങൾ സ്ഥലമൊന്നും അന്വേഷിച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയാണ്. അങ്ങനെ അവിടേക്ക് ദിലീപും അതുപോലെ തന്നെ കാർത്തികയും വരുന്നില്ല. അപ്പൊ കല്യാണി പറഞ്ഞ, അതെ കല്യാണ പെണ്ണ് ചെറുക്കനും വന്നല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, അതെ എന്തായാലും സൂക്ഷിച്ചു കണ്ടൊക്കെ പോണം കേട്ടോ, നാളെ കല്യാണമാണ്. ഇനിയിപ്പോ നേരെ വീട്ടിൽ പോയിട്ട് പരിപാടിയല്ലേ? അല്ല, വീട്ടിൽ പോയിട്ട് ഹോട്ടലിലേക്ക് പോകണം, അവിടെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങളെ കാത്തിരിക്കുകയാണ്, അവരെയും കൂടി ഒന്ന് കണ്ടിട്ടേ വീട്ടിലേക്ക് പോളൂ. എന്തായാലും അപ്പൊ ഉറങ്ങുമ്പോഴേക്കും ഒരുപാട് സമയമാവുമല്ലോ. അതെ, നാളെ രാവിലെ 11 മണിക്കല്ലേ മുഹൂർത്തം, അതിന് രാവിലെ എഴുന്നേക്കും വേണം. എന്തായാലും കാണാം, എന്നാൽ രാത്രി യാത്രയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപും കൂട്ടുകാരും അവിടെ നിന്ന് പോവാട്ടോ. അവര് പോകുമ്പോഴേക്കും നമ്മുടെ അമ്മൂമ്മ കാർത്തികടുത്ത് പറഞ്ഞു, മോളുടെ ഭാഗ്യാണ് ദിലീപിനെ പോലത്തെ ഒരു പയ്യനെ കിട്ടിയത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കല്യാണി പറയണ്ട്, അതെ ചേച്ചി, ഇത്രയൊക്കെ ഭീഷണി ഉണ്ടായിട്ടും ചേച്ചിനെ കൈവിടുന്നില്ലല്ലോ, അത് തന്നെ വലിയ കാര്യമാണ് എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയണ്ട്, എന്നാലും എനിക്ക് ഓർത്ത ടെൻഷൻ പോലെ. ദിലീപേട്ടന്റെ അമ്മക്കും നല്ല ടെൻഷൻ ഉണ്ട് ആ സംസാരത്തിൽ നിന്ന്, എനിക്കത് മനസ്സിലായി എന്ന് കല്യാണി പറയുമ്പോ അമ്മ പറയണ്ട്, അതെങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കും, പെറ്റ വയറല്ലേ, മോനെതിരെ അപകടം പറ്റുമെന്ന് പേടി ഉണ്ടാവും അവർക്ക്. അതെല്ലാ അമ്മമാർക്കും അങ്ങനെയാണ് കല്യാണി മോളെ, അതൊന്നും കാര്യമാക്കണ്ട. എന്തായാലും ദിലീപ് മോനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും എന്താണ് പിന്നീട് കാണിക്കണ നമ്മുടെ ഗംഗേനെയാട്ടോ. ഗംഗ അങ്ങനെ കട്ടിലടിയിൽ ഇങ്ങനെ കിടക്കാണ്. അവൻ വരട്ടെ, അവനെ കൊല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ദിലീപിന്റെ അമ്മ അച്ഛനൊക്കെ ആകെ ടെൻഷൻ അടിച്ചിരിക്കട്ടോ. അമ്മ പറയണ്ട്, ഷോ ഇതുവരെയായിട്ടും അവരെ കണ്ടില്ലല്ലോ, സമയം ഇത്രേ ഇതുവരെയായിട്ട് വന്നില്ലല്ലോ, അവര് പുറപ്പെട്ടു എന്ന് വെച്ച് സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ വരേണ്ട സമയമായല്ലോ, അവര് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിലീപിന്റെ വണ്ടി അങ്ങോട്ട് വരുന്നത്. അപ്പൊ അച്ഛൻ പറയേണ്ടതേ അവര് വന്നോന്ന് തോന്നുന്നു എന്ന് പറയാം. അപ്പൊ ദിലീപും കൂട്ടുകാരും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മ ചോദിക്കണ്ടേ, എത്ര നേരം നിങ്ങൾ പോയിട്ട് എന്ന് പറയുമ്പോ കൂട്ടുകാർ പറയണ്ട, അമ്മേ ഞങ്ങൾ അവിടെ പോയപ്പോഴേ ചെറിയൊരു കേക്കൊക്കെ അവർ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ കട്ട് ചെയ്തു, കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു, പിന്നെ പെണ്ണു ചക്കരൊക്കെ കുറച്ചൊരു സംസാരിച്ചിട്ട് ഞങ്ങൾ വന്നത്, വേറൊന്നും ഉണ്ടായില്ല, തിരിച്ചു നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. അയ്യോ അപ്പൊ നിങ്ങൾ ഹോട്ടലിലേക്ക് പോയില്ലേ എന്ന് അച്ഛൻ ചോദിക്കാണ്. ഹോട്ടലിലേക്ക് പോയില്ല, ഇനി വേണം ഹോട്ടലിലേക്ക് പോവാൻ. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ നിങ്ങള്? ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ ഹോട്ടലിലെ ഭക്ഷണം ആര് കഴിക്കും? അച്ഛാ അതിനുള്ള സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞിട്ട്, ഇനിയിപ്പോ ഹോട്ടലിലേക്കൊക്കെ പോകുമ്പോഴേ ഒരുപാട് സമയവും ഇല്ലേ മോനെ, അമ്മ ടെൻഷൻ ഒന്നും ആവണ്ട, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല, ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരാം.
അമ്മ പറയണ്ട് എങ്ങനെ പേടിക്കാതിരിക്കും മോനെ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേ ഒരു ജീപ്പ് ഗേറ്റിന് അപ്പുറത്ത് വന്നിട്ട് കുറച്ചേരം ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മേ അത് വല്ല പോലീസ് ജീപ്പായിരിക്കും. അപ്പൊ അച്ഛൻ പറയണ്ട് പോലീസ് ജീപ്പ് അല്ലടാ, ഒരു കറുത്ത ജീപ്പായിരുന്നു അത്. ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോയപ്പോഴേക്കും അവൻ വിട്ടുപോയി എന്ന് പറയാണ്. അതുകൊണ്ട് ആകെപ്പാടെ മനസ്സിലൊരു പേടിയാടാ ഇയാൾക്കും എനിക്കൊക്കെ. അത് ചിലപ്പോ വഴിപോക്കരായിരിക്കോച്ചാ, ഇവിടത്തെ സംഭവങ്ങൾ കണ്ടെത്തി നോക്കിയതായിരിക്കും. എന്തായാലും ഇനി സമയം വൈകണ്ട, പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എടാ ഇനി പോണോ മോനെ എന്ന് അമ്മ ചോദിക്കുമ്പോ, അമ്മേ ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം, അമ്മ കിടന്ന് ഉറങ്ങിക്കോ, വാതിലിന് മുട്ടുമ്പോ വാതിൽ തുറന്ന് തന്നാ മതി എന്ന് പറയാണ്. എപ്പോഴേക്കും അവര് പോയിട്ട് വരട്ടെ എന്ന് അച്ഛനും പറയണ്ട. അങ്ങനെ ദിലീപും കൂട്ടുകാരും മുകളിലേക്ക് പോവാട്ടോ. അപ്പൊ ദിലീപിന് കൂട്ടർ വേണ്ടടാ, സമയമില്ല, ഇനി മണിയറയൊക്കെ തയ്യാറാക്കണം എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോവാണ്. മുകളിലേക്കൊക്കെ പോയിട്ട് അവര് കൂട്ടുകാർ മാത്രം മണിയറ തയ്യാറാക്കുവാട്ടോ. അപ്പൊ കൂട്ടുകാർ പരസ്പരം, അപ്പൊ ദിലീപ് ഇങ്ങനെ നമ്മുടെ ഗംഗ ഇങ്ങനെ നിലത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരിൽ ചോദിച്ചോട്ട് രണ്ടു മൂന്ന് പേര് പറയുന്നുണ്ട്, എന്ത് പറയാനാ, എല്ലാരും ആകെ ടെൻഷനില്ല. ആ പിടികിട്ടാ പുള്ളി ഗംഗ പുറത്തിറങ്ങിയോണ്ട് അവനൊന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഒന്ന് തട്ടിക്കളിക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഗംഗ കട്ടിലടിഞ്ഞ് മനസ്സിലാക്കണം, ആടാ നിന്നെ കൂട്ടുകാരനെ നാളെ മരിക്കോടാ, അവന്റെ നെഞ്ചിൽ തെറ്റിച്ച് നിങ്ങൾക്ക് അറിയാം, അവന്റെ ശവം കൂടി കണ്ടിട്ട് നിങ്ങൾ ഇനി പുറത്തു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഗംഗ. അപ്പൊ കൂട്ടുകാർ പറയുന്നുണ്ട്, നാളെങ്ങാനും അവൻ പോലീസ് പിടിക്കെങ്കിൽ നല്ലതായിരുന്നു, പോലീസ് പിടിച്ച് അവനെ ജയിലിടുമ്പോഴേ നമുക്ക് ജയിലിൽ അവനെ കാണാൻ പോകാം, എന്നിട്ട് അവനെ കൊഞ്ചനം കുത്താം. ഈ കൂട്ടുള്ള സിംഹത്തിനെ കടുവനെയൊക്കെ കൊഞ്ചനം കുത്താറില്ലേ പിള്ളേര്, അതുപോലെ കൊഞ്ചനം കുത്തി കാണിക്കാം എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് ഗംഗക്ക് ദേഷ്യം വരും കേട്ടോ. മണിയറയൊക്കെ സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അല്ലേടാ? അതെ അതെ എന്ന് പറഞ്ഞ അവർ നല്ല രീതിയിൽ മണിയറയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കല്യാണിനെയും കാർത്തികനെയും കിരണിനെയാണ് കാണിക്കണത്. അപ്പൊ കാർത്തിക പറയുന്നുണ്ട്, എന്തോ വല്ലാത്തൊരു ടെൻഷൻ പോലെ. അല്ല കാർത്തിക ചേച്ചി ദിലീപേട്ടനെ വിളിച്ചോ? വീട്ടിലെത്തേണ്ട സമയമല്ലോ, ഞാൻ ഇതുവരെ വിളിച്ചില്ല. കിടക്കുന്ന മുമ്പ് ഒന്ന് വിളിച്ചു നോക്കട്ടോ, സമയം ഒത്തിരി ആയില്ലേ. അപ്പോഴേക്കും ലക്ഷ്മിയോ പറയുന്നുണ്ട്, മോളെ നീ കിടക്കുന്നില്ലേ, സമയം ഒത്തിരി നാളെ രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ, മോള് പോയി കിടന്നോ എന്ന് പറയാണ്. അങ്ങനെ കാർത്തിക മുകളിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, ദിലീപേട്ട വന്നപ്പോ കാർത്തികയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം എന്ന് പറയുമ്പോ ലക്ഷ്മിയും പറയുന്നുണ്ട്, അതെ അത് ഞാനും ശ്രദ്ധിച്ചു, കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞതല്ലേ, ദിലീപിനെ കണ്ടപ്പോ ആ തീരുമാനമൊക്കെ മാറി. പിന്നെ ആ കുട്ടി നല്ല ധൈര്യമുള്ള കുട്ടിയായോണ്ട് അവളിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇവളെക്കാളും ധൈര്യം ആ കുട്ടിക്കുണ്ട്, നല്ല രീതിയിൽ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗംഗപ്രസാദ് അല്ല, നമ്മുടെ ചന്ദ്രസേനയും രൂപേനെയാണ്. രൂപ തലയൊക്കെ മുണ്ടലം ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രസേന പറഞ്ഞിട്ട്, അപ്പൊ നാളെ നമുക്ക് കല്യാണത്തിന് പോയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു സദ്യ കഴിച്ചിട്ട് വന്നാ മതിയടോ എന്ന് പറയുമ്പോ രൂപ പറയണ്ട്, സദ്യ ഒന്നും കഴിക്കണ്ട ചന്ദ്രേട്ടാ, ഡോക്ടർ ഒരു മെനു തന്നിട്ടുണ്ട് ഡയറ്റിന്റെ, അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഡോക്ടർ പറഞ്ഞ ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. എടോ അതെന്ത് പറച്ചിലാടോ, കല്യാണത്തിന് പോയിട്ട് കല്യാണ സദ്യ കഴിക്കാതിരിക്കണ എങ്ങനെയാ? വേണ്ട ചന്ദ്രേട്ടാ, ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്താ മതി. പുറത്തൊരുത്ത് നിക്കല്ലേ, എല്ലാവരും കൊല്ലണമെന്ന് പറഞ്ഞിട്ട് അന്ന് തേനിൽ വിഷം ചേർത്തത് ഒരു കൂട്ടമരണം ആഗ്രഹിച്ചിട്ടാ അവൻ തേനിൽ വിഷം ചേർത്തത്. അന്ന് ഞാൻ മാത്രമേ പെട്ടുള്ളൂ, പക്ഷെ ഭാഗ്യം കൊണ്ട് ഞാൻ ജീവനോടെ വന്നു. അതവനെ വല്ലാത്ത വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇനി കല്യാണ സമയത്ത് എങ്ങാനും ചാവരായിട്ട് വരുമെന്ന എനിക്ക് പേടി. അപ്പൊ രൂപ പറഞ്ഞിട്ട്, എനിക്കും അതന്നെയാ ചന്ദ്രട്ട പേടി, ആകെ ഒരു ടെൻഷൻ ആവാ. ദൈവങ്ങളൊക്കെ നമ്മുടെ കൂടെ ഇല്ലേടോ, എനിക്കിപ്പോ വല്ലത് പേടി തോന്നുന്നു ചന്ദ്രേട്ടാ. ദൈവങ്ങളെ മുറുക്കി പിടിക്കുന്നവരായിരുന്നു കാട്ടിലുള്ളവര്, അമലും അതുപോലെ തന്നെ വേലും, അവരുടെ കാട്ടിലുള്ളവരൊക്കെ ഈ മരദൈവങ്ങളൊക്കെ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കണവരാ. ഈ മൂപ്പൻ എന്നും പൂജ ചെയ്യണതാ, എന്നിട്ടും അയാൾക്ക് ഉണ്ടായിരുന്ന ദാരുണമായിട്ടുള്ള അന്ത്യല്ലേ. അതുകൊണ്ട് ആ വിശ്വാസമൊക്കെ പോയി ചന്ദ്രേട്ടാ. എന്തായാലുമേ അവൻ ചാവരായിട്ട് വരുമെന്ന് എല്ലാവർക്കും നല്ല പേടിയുണ്ട്. ആ സമയത്ത് നമുക്ക് എന്തായാലും കല്യാണത്തിന് പോണോടോ, നമ്മൾ അവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ അവൻ ചാവരായിട്ട് വന്നിട്ട് നമ്മുടെ കുട്ടികളെ മരുമക്കളെ ഒക്കെ ഇല്ലാതാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് അവിടെ പോയി നിൽക്കാം. എന്നിട്ട് അങ്ങനെ ചാവേറാവാണെങ്കിൽ നമുക്ക് അവരുടെ കൂടെ അങ്ങോട്ട് മരിക്കാടോ, അല്ലെങ്കിൽ നമ്മൾ മാത്രം ജീവിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം എന്നൊക്കെ ചന്ദ്രസേന ഇങ്ങനെ പറയാട്ടോ. മാത്രല്ല അവരുടെ സന്തോഷത്തിനും ആരോഗ്യത്തിനും അതുപോലെ തന്നെ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയില്ല താൻ തല മുണ്ടലം ചെയ്തത്. അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലടോ, താൻ പേടിക്കേണ്ട, ഒന്നും സംഭവിക്കണം തന്നെ എന്റെ മനസ്സ് പറയണത്. എന്തായാലും നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ സമാധാനാവുള്ളൂ. അപ്പൊ രൂപ പറയണ്ട, അതുകൊണ്ട് മാത്രം കാര്യമില്ല ചന്ദ്രേട്ടാ. അകത്ത് അവനും മരിച്ചാലും അവന് പുറത്ത് കുറെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, ചാവാനും വെട്ടാനും കൊല്ലാനും. പിന്നെ ജയിലിനകത്ത് ഒരുത്തി ഉണ്ടല്ലോ സ്റ്റെഫി, അതുങ്ങളെയും പേടിക്കണം ചന്ദ്രേട്ടാ എന്നൊക്കെ രൂപ പറയാട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ ദിലീപിനെയാണ്. ദിലീപ് ഇങ്ങനെ മണിയറയൊക്കെ നോക്കാൻ വേണ്ടി വന്നിരിക്കാട്ടോ. കൊള്ളാം, നല്ല രീതിയിൽ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് കാർത്തിക ഫോണിൽ വിളിക്കാണ്. ദിലീപ് ഫോൺ എടുക്കണ്ട്. ഹലോ കാർത്തു, ഉറങ്ങിയില്ലേ? ഇല്ല. ദിലീപേട്ടൻ എത്തിയോ? എത്തിയിട്ട് കുറച്ചുപേരെ കാർത്തു, ഇനി ഹോട്ടലിലേക്ക് പോകണം.
പെട്ടെന്ന് വന്നിട്ട് കിടന്ന് ഉറങ്ങണം കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് ദിലീപ് ഫോൺ വെക്കണം. അപ്പോഴും കൂട്ടുകാർ വരുന്നുണ്ടെടാ. എങ്ങനെയാടാ മണിയാറ? ദേ കുറച്ച് സമയം കൊണ്ട് നിന്റെ മണിയാറയൊക്കെ ഞങ്ങൾ സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ടെന്ന് കൂട്ടുകാർ പറയാണ്. ആ നന്നായിട്ടുണ്ടെടാ എന്ന് പറയുമ്പോ കൂട്ടുകാരിൽ ഒരാൾ പറയണ്ട, കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ ഒരുത്തനാണ് നമ്മുടെയൊക്കെ കല്യാണ ജീവിതം കണ്ടിട്ടെ. പക്ഷെ ഇപ്പതേ അവൻ കല്യാണം കഴിക്കാൻ പോകുന്നു. എടാ കാർത്തികനെ കണ്ടപ്പോ ആ തീരുമാനമൊക്കെ മാറ്റേണ്ടി വന്നു. 6 മാസം കഴിയട്ടെ എന്നിട്ട് നീ ഇതുപോലെ പറയുന്നുണ്ടോന്ന് നോക്കാം എന്നൊക്കെ കൂട്ടുകാർ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ദിലീപ് പറയേണ്ടത് കാർത്തിക് ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളൂ നമ്മൾ എത്തിയോന്ന് അറിയാനായിട്ട്. എടാ നമുക്ക് ഹോട്ടൽ വരെ പോവാടാ, അല്ലെങ്കിൽ നീ ഇന്ന് ഈ റൂമിൽ കിടക്കണ്ട. അപ്പോഴേക്കും ഗംഗ ഞെട്ടിപ്പോട്ടെ, അവൻ ഇന്നിവിടെ കിടക്കുന്നില്ലേ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോ ദിലീപ് കണ്ട അതെന്താടാ, അല്ലടാ ഈ മണിയറയൊക്കെ നീ അലങ്കോലമാക്കും, കഷ്ടപ്പെട്ട ഇതൊക്കെ ഒരുക്കിയത്, നീ ഇന്ന് ഹോട്ടൽ റൂമിൽ കിടന്നാ മതി. ഞാൻ ഹോട്ടലിലേക്ക് വരുന്നില്ലടാ, വാടാ കുറച്ച് കഴിക്കടാ, ഇന്നൊരു ബിയർ കഴിക്കണം. ഇല്ലില്ല പോടാ, വാടാ വാടാന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി ദിലീപിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോട്ടോ. ഗംഗപ്രസാദിന്റെ പ്ലാൻ പാളി പോവാണ്. അവര് പോയി കഴിയുമ്പോഴേക്കും ഗംഗപ്രസാദ് കട്ടിലിന്റെ അടിയിൽ നിന്ന് എഴുന്നേക്കാണ്. ഇനി എന്തിനാ ഇവിടെ കിടന്നിട്ട്, അവര് പോയി ആ ദിലീപിന് ഇന്ന് ഇല്ലാതാക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതേ അവനെ കൂട്ടുകാർ കൊണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യാ എന്ന് ആലോചിച്ചിരിക്കുന്ന ഗംഗേനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.